ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലത്തെ ഒരു കറിയല്ല കേട്ടോ ഇത്. ചിക്കനൊക്കെ വറുത്തെടുത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു കിടിലൻ ടേസ്റ്റുള്ള ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കും മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒന്ന് മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി മുഴുവനായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് നമ്മളെ തക്കാളി കട്ട് ചെയ്തെടുക്കാം. ഞാൻ 3 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്കുള്ള ചപ്പ് അരിഞ്ഞെടുക്കാം. അതും അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി അടുപ്പിലോട്ട് വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ച ചിക്കന് ഒന്ന് ഇട്ടുകൊടുക്കാം. ഞാൻ മഞ്ഞളും മുളകും ഉപ്പും മാത്രമാണ് കേട്ടോ ചിക്കനിൽ ഇട്ടിരിക്കുന്നത്. അത് ഞാനതിൽ കാട്ടിയിട്ടില്ല, മറന്നു പോയതാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കോരിയെടുക്കാം. അതേപോലെ തന്നെ അടുത്തതും നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം. അതും ഇവിടെ നന്നായി വന്നിട്ടുണ്ട്. അതും നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മളെ ചിക്കൻ ഇതാ മുഴുവനായിട്ട് തന്നെ കോരി മാറ്റിയിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ടുകൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് ഒന്ന് അടച്ച് വെച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഉള്ളി ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തക്കാളി കട്ട് ചെയ്ത് ഒന്ന് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കന് മുഴുവനായിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തേങ്ങയുടെ 2 പാല് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനും മസാലയും എല്ലാം ഒന്ന് നന്നായി വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളെ കറി ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മളെ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കണത്. അപ്പോൾ എനിക്കിത് നല്ലോണം ഇഷ്ടമായി. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവും 100% ഉറപ്പാണ്. പിന്നെ അപ്പം, പൊറാട്ട, പുട്ട്, ദോശ, നെയ്ച്ചോറ് എല്ലാറ്റിക്കും ഈ കറി അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും, ബൈ.